ഹലോ മച്ചാമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സിംഗിൾ മല്ലൂസിൻ്റെ അടുത്തൊരു എപ്പിസോഡാണല്ലോ. നിങ്ങളെല്ലാവരും ട്രേഡിങ് പഠിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനിടയിൽ എൻ്റെ ഹെഡിങ് വായിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ ഒരു വഴിക്കാക്കി തരാമെന്ന്. അത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, അത് ട്രേഡിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ പറ്റിക്കേണ്ട ഒരുപാട് പേരൊക്കെ ഉണ്ടല്ലോ, അവരുദ്ദേശിച്ചിട്ടാണ്. ആരോ ഇല്ലാത്ത കാരണം കൊണ്ട് ഐഫോണിൻ്റെ എംബ്ലമാണ് നമ്മുടെ ആരോ. ഓക്കെ, ഇതിൽ മുമ്പ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ഈ ചേട്ടാ 7 മണിക്കൊക്കെ എന്താ ട്രേഡിങ് ചെയ്യണത്, സാധാരണ 9:15 എന്ന് പറഞ്ഞായിരുന്നു. അല്ലെ, 9:15 എന്നുള്ളതല്ല, ഞാൻ ഇപ്പോൾ ഉള്ളത് ബഹ്റിനിലുള്ളത്. ബഹ്റിനിൽ 7 മണി എന്ന് പറഞ്ഞാൽ നാട്ടിൽ 9:30 ഓക്കെ, അപ്പോൾ ആ മേളിൽ കാണുന്ന സമയം ഒരു ഇന്ത്യൻ മണിയായിട്ടൊന്ന് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ വീഡിയോ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. വലിയ വലിയ സിംഹങ്ങൾക്കുള്ളതല്ല, വളർന്നു വരുന്ന നമ്മുടെ പുലിക്കുട്ടികൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാൻ പറയുന്നു, ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ലോസും 10% പ്രോഫിറ്റും എന്നുള്ളതാണ്. അതിൽ നിന്നും നമുക്കെങ്ങനെ മുന്നേറാം എന്നുള്ളതാണ് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നിങ്ങളൊക്കെ ഒരു വഴിക്കാക്കി തരാമെന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങളെ ഈ കുഴിയിലേക്ക് ചാടിച്ച് ഒരുപാട് പേര് മുന്നേറുന്നുണ്ട്. അവരെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും അവരെക്കുറിച്ച് പറയാനും അവർ നിങ്ങളെങ്ങനെ വഴിക്കാക്കുന്നു എന്നുള്ളത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം നമുക്ക് എന്തെങ്കിലും ട്രേഡ് എടുത്ത് തുറന്ന് നോക്കാം. റിലയൻസ് തന്നെ ആയിക്കോട്ടെ. റിലയൻസ് എവിടെ? യെസ്, ഓക്കെ, റിലയൻസ്. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ട്രേഡേഴ്സ് ചെയ്യുന്നതും, നമുക്കൊരു ക്വാണ്ടിറ്റി എടുത്ത് വെറുതെ കാണിക്കാം. സാധാരണ എല്ലാ ട്രേഡേഴ്സ് ചെയ്യുന്നതും ഞാൻ ചെയ്യാത്തതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ടാർഗറ്റും, 2 സ്റ്റോപ്പ് ലോസും. അതിന് കാരണങ്ങളുണ്ട്. ടാർഗറ്റ് ഞാൻ വയ്ക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഒരു 10,500 ആകുമ്പോൾ അത് കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 500 രൂപ എക്സ്ട്രാ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 1000 രൂപ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ കട്ടാക്കുന്നു, ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് സ്കാൽപ്പിങ് മാത്രമാണ്. ഈ സ്കാൽപ്പിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു മനസ്സിലൊരു 4% തൊട്ട് 10% വരെ വയ്ക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ 2% വരെ അത് ഓടാറുണ്ട്. 2% അദ്ദേഹം നിർത്താറുമുണ്ട്. ചില സമയങ്ങളിൽ അത് 22, 23, 25 തൊട്ട് 30% വരെ ഓടാറുണ്ട്. അത് എൻ്റെ ഒരു ടൈമിംഗ് പോലെ ഇരിക്കും. 2-3 ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനൊരിക്കലും ടാർഗറ്റ് വയ്ക്കാറില്ല. ടാർഗറ്റ് വയ്ക്കാത്തതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഒരു നിശ്ചിത എമൗണ്ട് എന്നുള്ളതല്ല, ഇവൻ എവിടം വരെ കയറിപ്പോവും അവിടം വരെ എനിക്കും പോകാമെന്നുള്ളതാണ്. രണ്ടാമത്തത് സ്റ്റോപ്പ് ലോസാണ്. സ്റ്റോപ്പ് ലോസാണ് എന്തായാലും താഴെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഓണാക്കി തരാം. ഓക്കെ, സ്റ്റോപ്പ് ലോസാണ്. നമുക്ക് നമ്മളുടെ എമൗണ്ട് എത്ര വരെ മാറ്റാം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ എമൗണ്ട് മാറ്റാം. ഇപ്പോൾ ഒരു 0.5% ആക്കാം, അല്ലെങ്കിൽ നമുക്കത് 1% ആക്കി മാറ്റാം. ഓക്കെ, നമുക്കത് ശതമാനക്കണക്കിലോ, അല്ലെങ്കിൽ നമുക്കത് ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഇന്നൊരു 500 രൂപ മാത്രം കൊടുത്താൽ മതി എന്ന് വെച്ച് നമ്മളത് സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യണമെന്നില്ല. അതായത് കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോപ്പ് ലോസ് മാത്രം വന്ന് ഇവർ ഹിറ്റാക്കിയിട്ട് പോകും, തിരിച്ച് മേളിലേക്ക് കയറും. അപ്പോൾ നമ്മളുടെ ട്രേഡിങ് സ്റ്റോപ്പ് ലോസ് ചെയ്ത് അവരവിടെ നിർത്തുകയും ചെയ്യും, ഇവർ വീണ്ടും തിരിച്ച് മേളിലോട്ട് കയറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാനത് എത്ര എമൗണ്ട് വരെ കുറയ്ക്കണം എന്നുള്ളത് മനസ്സിൽ കാണും. അതിൽ നിന്നും വീണ്ടും താഴോട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് അന്നത്തെ ട്രേഡിങ് ഞാൻ ക്ലോസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാറില്ല, ടാർഗറ്റും വയ്ക്കാറില്ല, സ്റ്റോപ്പ് ലോസും വയ്ക്കാറില്ല. കാരണം ഞാൻ ചെയ്യുന്നത് സ്കാൽപ്പിങ്ങാണ്, അതുകൊണ്ടാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് പിന്നെ ബാക്കി എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഇന്ന് ട്രേഡിങ് കഴിഞ്ഞതിന് ശേഷം നാളത്തെ ട്രേഡിങ് ഇന്നേ എടുത്തു വയ്ക്കുക. ഞാൻ അങ്ങനെ പരിപാടി ഞാൻ ചെയ്യാറില്ല. ഈ ലിമിറ്റ്, SL ലിമിറ്റ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ മാർക്കറ്റിൽ ഇന്നിപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ മാർക്കറ്റിൽ എന്ത് പ്രൈസ് നടക്കുന്നോ അത് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താ, ഞാൻ സ്കാൽപ്പിംഗ് തന്നെ യൂസ് ചെയ്യണം. ഞാൻ സ്കാൽപ്പിംഗാണ് എൻ്റെ മെത്തോളജി. അപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള റേറ്റ് എന്താണോ ആ റേറ്റ് വെച്ചിട്ടുള്ള കളികളെ ഞാൻ കളിക്കാറുള്ളൂ. ആ റേറ്റ് വെച്ചിട്ടുള്ള കളികളെന്ന് പറയുമ്പോൾ സ്കാൽപ്പിങ്ങിൽ നല്ല മൂവ്മെൻ്റുള്ള സ്റ്റോക്കുകൾ എടുക്കുക എന്നുള്ളതാണ്. നല്ല മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈയും നല്ല ലോയും, അങ്ങനെ നല്ല ഹൈയും നല്ല ലോയിലുള്ള ഇത് മാത്രം ഞാൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ലിമിറ്റ്, SL ലിമിറ്റ്, SL മാർക്കറ്റ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ മാർക്കറ്റ് മാത്രം. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ മാർക്കറ്റിലുള്ള കളികൾ എന്താണോ ആ കളികളിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും.
ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേര് ഇപ്പോൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവർ നമ്മളെയൊക്കെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരുപാട് ക്യാൻഡിൽസിനെ കുറിച്ചും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കും. അത് പഠിപ്പിച്ച് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ ഇവർ പറയും, വന്ന് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറയും, നിങ്ങൾ കൂടുതലായിട്ട് പഠിപ്പിക്കാമെന്ന് പറയും. അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെലിഗ്രാം നിങ്ങൾക്കൊന്നാമത് ഇവർ പറയുന്നത് പകുതി മനസ്സിലാവുന്നില്ല. ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇവർ വിളിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കത് യൂട്യൂബിൽ പറയാം. യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിനകത്ത് കൂടുതൽ റവന്യൂ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നിട്ടും ഇവരെന്തിനാ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വിളിപ്പിക്കണമെന്നറിയോ? അതിലാണ് ഇവരെ കളി. ഞാൻ പറഞ്ഞുതരാം. ക്യാൻഡിൽസിലേക്ക് വരാം. ആദ്യം ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇതൊന്ന് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾ പറയാതെ തന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഒരുപാട് നോളജ് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയാതെ തന്നെ ഒരുപാട് വീഡിയോസ് വേറെ ചെയ്യും. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ലൈവായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഇതിനിരിക്കാവുന്നേ ഉള്ളൂ, ഒരു ട്രേഡിന് ഇരിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ, ക്യാൻഡിൽ ബാർ ഉണ്ടോ? ക്യാൻഡിൽ ബാറുണ്ട്, ക്യാൻഡിൽ മറ്റേ അടുത്തുണ്ട്, ക്യാൻഡിൽ ലെയറുണ്ട്, വയർ ലൈനുണ്ട്, അങ്ങനെ ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ട്. ഈ ക്യാൻഡിൽസിൽ ഏതെടുക്കണം എന്നുള്ളതിലല്ല കാര്യം. അടുത്തത് വേറെ മറ്റേ ക്യാൻഡിൽസ് ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൽ കാര്യമില്ല. കാരണം പച്ച കത്തുമ്പോൾ നമ്മൾ ബെയ്യാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പച്ച മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്. ഇതിനകത്ത് ഏത് ക്യാൻഡിൽ എടുത്താലും നമ്മൾ ബെയ്യാണോ സെല്ലാണോ എന്നുള്ളതിലാണ് കാര്യം. അതുപോലെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരു നമ്മളുടെ ഈ പച്ചയും ചുമപ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു നീല വര അടി കൂടെ പോകണമുണ്ടോ? അതിൻ്റെ പേര് VWAP എന്നാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. VWAP കണ്ടോ? VWAP ഉണ്ട്, ഒരു CPR ഉണ്ട്. ഇതിപ്പോൾ VWAP ഓഫാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നോക്കി, ആ നീല വരയില്ല കണ്ടോ? ആ നീല വര ഇപ്പം ഇല്ല. ഇപ്പോൾ ഒന്നുകൂടി VWAP എടുക്കാം. VWAP കണ്ടോ? ഇപ്പോൾ ഒരു ചുമന്ന വര ഉണ്ട്. ആ ചുമന്ന വര ഞാൻ കളർ മാറ്റാം, നീലയാക്കാം. ചുമപ്പ് മാറ്റാം, നീലയാക്കാം. ഓക്കെ, ഇപ്പോൾ അത് നീല വരിയായി. ഇത് ഈ VWAP കുറിച്ചിട്ട് പല ആൾക്കാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പച്ചയായിട്ടത് മുകളിലോട്ട് പോകുമ്പോൾ VWAP താഴെ വരും. അതായത് ആ ക്യാൻഡിൽസിൻ്റെ താഴെ നിൽക്കും VWAP. അത് താഴോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ ഈ VWAP ഈ ക്യാൻഡിൽസിൻ്റെ മുകളിൽ നിൽക്കുന്നുള്ളതാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇതങ്ങനെയൊന്നും അല്ല കഥ. സത്യം പറഞ്ഞാൽ കേട്ടോ, അതിനകത്ത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇവർ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ VWAPൻ്റെ കാര്യം തന്നെ പറയാം. ഈ VWAP എന്ന് പറഞ്ഞാൽ, ഈ ക്യാൻഡിൽസ് മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് VWAP ക്യാൻഡിൽസിൻ്റെ അടിയിൽ നിൽക്കുന്നത്. ക്യാൻഡിൽസ് താഴോട്ട് വരുന്നതുകൊണ്ടാണ് VWAP ക്യാൻഡിൽസിന് മുകളിൽ നിൽക്കുന്നത്. അല്ലാതെ VWAP ഉള്ളത് കൊണ്ടല്ല, VWAP താഴെ വന്നത് കൊണ്ടല്ല ക്യാൻഡിൽസ് മുകളിലോട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മൾ കൺഫ്യൂസ് ആക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ പഠിപ്പിക്കുന്നതാണ്. ഇവർ കുറച്ച് ഇതുപോലെ ക്യാൻഡിൽസിൻ്റെയും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും പേര് പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ് ആക്കിയിട്ട് ഇവർ പറയും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമെന്ന് പറയും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇവർക്ക് ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിനും ട്യൂഷൻ ഫീ പോലെ ഇവർ നല്ലൊരു എമൗണ്ട് ചാർജ് ചെയ്യും. ഇതൊന്നും പറയുമ്പോൾ നമ്മളാണെങ്കിൽ ട്രേഡിങ് ചെയ്ത് കാശുണ്ടാക്കി BMW വാങ്ങിക്കാനും മെർസിഡീസ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൊതിച്ച് വെക്കാറുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിപ്പോയി അതിൽ പോയി ചാടും. ഇത് ഒക്കെ കഴിഞ്ഞാലും അപ്പോഴും ഇവർ പറയും 90% ലോസും 10% മാത്രമാണ് പ്രോഫിറ്റ് ഉള്ളൂ എന്ന് പറയും. പിന്നെ ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. ഇതിൽ ഇന്നാളൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാണ്. ഒരു ലേഡി, ഒരു പെണ്ണ്, പുള്ളിക്കാരത്തി ട്രേഡിങ്ങിലൂടെ മാത്രം 6 മാസം കൊണ്ട് 30 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്നെന്തോ പറയുന്നു. അതിനകത്ത് അവർക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ എത്രയോ ആയിരം ആൾക്കാർ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ 80% ആൾക്കാരെയും അവരൊരു AI റോബോട്ടിനെ ആഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ AI റോബോട്ടിനെ വാങ്ങിക്കണമെങ്കിൽ വേണം 25,000 രൂപ. പിന്നെ അതിന് മാസം ശമ്പളം പോലെ ഇത്ര രൂപ വെച്ച് കൊടുക്കുകയും വേണം. അതിനകത്ത് അവർ പറയണത്, ആ AI റോബോട്ട് നമ്മൾ കളിക്കണ്ട, ട്രേഡിങ് അവർ കളിച്ചോളും, AI റോബോട്ട് കാശുണ്ടാക്കി തരും എന്നുള്ളതാണ്. പലരും നാണക്കേട് കൊണ്ടാണ് പുറത്തു പറയാത്തത്. കാരണം പലരുടെയും കാശും പോയി,
റോബോട്ട് വാങ്ങിച്ച കാശും പോയി. റോബോട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കാൻ ഇൻസ്റ്റാൾ എത്രേ ഉള്ളൂ. ആ കാശും പോയി, എല്ലാം പോയിട്ടും പലരും നാണക്കേട് കൊണ്ട് മാത്രമാണ് മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ പറഞ്ഞ ആൾക്കാരും ട്രേഡിങ്ങിൽ നിങ്ങളെ വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രാറ്റജി ആരുടെയും കയ്യിലില്ല. ഇപ്പോൾ നിങ്ങൾ പല വീഡിയോയുടെയും ഒരു ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, 100% സ്ട്രാറ്റജി, 100% പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ പല കമ്പനികൾസ് ഉണ്ടാവും. അതൊക്കെ വെറുതെയാണ്, നിങ്ങളെ പറ്റിക്കാനുള്ളതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേരും കുറച്ച് ക്യാൻഡിൽസിൻ്റെ പേരൊക്കെ പറയുക, നിങ്ങളെ കൺഫ്യൂസ് ആക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. മനസ്സിലുണ്ടോ? ഇതിപ്പോൾ റിലയൻസ് ആണ്. റിലയൻസിൻ്റെ ഒരു 1 ഇയറിൻ്റെ വൺ ഇയറിൻ്റെ ബാക്കുള്ള എടുത്ത് കാണിച്ചിട്ട് മിനിറ്റ്. ഓക്കെ, നോക്ക്, 1 ഇയറായിട്ട് ഇതേ ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്തൊരു പ്രൊഡിക്ഷൻ ഞാൻ പറയാം. ഇതിപ്പോൾ ഏറ്റവും ഹൈയിലുള്ളത് കേട്ടോ, ഇപ്പോൾ ഇത്ര ഏറ്റവും ഹൈയിലുള്ളത് ഞാനാണ്. ഇപ്പോൾ ഈ ട്രേഡ് ഇന്നത്തെ സ്കാൽപ്പിംഗ് ഞാൻ എടുക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്നും എനിക്കതിനൊരു സെല്ലിങ്ങിനോടാണ് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഹൈയിലാണുള്ളത്. അതിന് തൊട്ട് മുമ്പുള്ളതിലും നല്ല ഹൈയിലായിരുന്നു. അപ്പോൾ എനിക്കിനി അത് സെല്ലിലേക്ക് പോകാനാണ് ചാൻസ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് അധികം നമ്മളുടെ എല്ലാം പ്രഡിക്ഷൻസ് മാത്രമാണ് ഇതിനകത്ത് വർക്കൗട്ട് ആവുള്ളൂ. അല്ലാതെ വേറൊരു തേങ്ങ ഇതിനകത്ത് വർക്കൗട്ട് ആവില്ല. ദൈവത്തെ ഓർത്ത് ഈ പറഞ്ഞ എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പരിചയമുള്ള ഒരാൾക്കാരെ അറിവ് വെച്ചിട്ട് അവർ കൂടുതൽ പേരും ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ട്യൂഷൻ ഫീ പോലെ മാസം മന്ത്ലി ഇത്ര എമൗണ്ട് വെച്ച് വാങ്ങിപ്പിക്കും, അവരെ കൂടെ ട്രേഡ് ചെയ്യിപ്പിക്കും. കാശ് പോയി കഴിഞ്ഞാൽ അവർ പറയും 90% ലോസും 10% പ്രോഫിറ്റും. ആ 90% കണക്കാക്കിയാൽ മതി എന്ന് പറയും. ഇതെല്ലാം കാരണം ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഏതാ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ വേറൊരു ട്രേഡും കൂടി എടുക്കാം. വേറൊരു ടാറ്റ മോട്ടോഴ്സ് എടുക്കാം. യെസ്, ടാറ്റ മോട്ടോഴ്സ് നല്ല ഹൈയിലുള്ള കേട്ടോ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ താഴേന്ന് കുതിച്ച് കയറി പിന്നെ മേളിലെത്തി കഴിഞ്ഞപ്പോൾ താഴോട്ടും മേലോട്ട്. ഇതിൻ്റെയും ഒരു പ്രഡിക്ഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഞാനാണെങ്കിൽ ഇപ്പോഴും സെല്ലെടുക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ 10:41 ബഹ്റിൻ ടൈം 10:41. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, അതിനകത്ത് താഴോട്ടാണോ മേളോട്ടാണോ വരുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഈ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വിളിപ്പിച്ചിട്ട് ഇവർ ട്യൂഷൻ ഫീ പോലെ ഒരു എമൗണ്ട് അവർ ആഡ് ചെയ്യും. എന്നിട്ട് ഇവർ നമ്മളെ കൊണ്ട് AI റോബോട്ടുകളെ എടുക്കാൻ നമ്മൾ നിർബന്ധിക്കും, പ്രേരിപ്പിക്കും. നമ്മളെല്ലാവരും നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ ട്രേഡിങ്ങിലൂടെ BMW വാങ്ങിക്കാനും ഫെറാറി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാനും അതേന്നേ. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാനും. ഫ്ലാറ്റ് വാങ്ങണം, എല്ലാം ട്രേഡിങ്ങിലൂടെ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവരായിരുന്നു ഞാനും. ആ മേളിലുള്ള 3 ലൈൻ കണ്ടോ? ആ 3 ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ലൈനാണ്. ആ സപ്പോർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ മുമ്പ് ആ ലൈനുകളിൽ വെച്ചിട്ട് ഇത് വന്ന് ടച്ചാക്കിയിട്ട് തിരിച്ച് താഴോട്ട് പോയിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ലൈൻ ടച്ചായി. തൊട്ട് മേളിലൊരു ഡാർക്ക് ബ്ലൂ ലൈൻ ഉണ്ട്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആ മേളിലത്തെ ബ്ലൂ ലൈൻ ടച്ചാക്കിയിട്ട് അടുത്തതൊരു ഫസ്റ്റ് ഇൻഡിക്കേറ്റർ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സെല്ല് തന്നെ സെലക്ട് ചെയ്യും. ഞാൻ റിലയൻസിലും സെല്ലാണ് സെലക്ട് ചെയ്തത്, ഇതിലും സെല്ല് തന്നെ സെലക്ട് ചെയ്യും. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അത് സെല്ലാണോ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് നമുക്ക് നോക്കാം. ഇതെൻ്റെ എൻ്റെ പ്രഡിക്ഷനാണ് കേട്ടോ, ഞാൻ വീട്ടിൽ കൂടെ ഒന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 5-6 മാസം കൊണ്ട് ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയ ലേഡിയെ കുറിച്ചിട്ട്. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് കാണിച്ചു തരാൻ പറ്റില്ല, അവർക്ക് എന്തൊക്കെയോ വേറെന്തോ പ്രൈവസി പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ വായിൽ നിന്ന് തന്നെ അറിയാണ്ട് വന്നു ഈ ട്രേഡിങ് മാത്രമല്ല, എനിക്ക് റോബോട്ട് പരിചയപ്പെടുന്നതിലൂടെ എനിക്ക് ഇത്ര ശതമാനം റോബോട്ടിൻ്റെ അടുത്തു നിന്ന് എനിക്ക് ഇത്ര കമ്മീഷനുണ്ട്. അത് 1 or 2 പേരൊക്കെ ആണെങ്കിൽ 18 തൊട്ട് 20% വരെ, അത് 10 മേളിലേക്കാണെങ്കിൽ 25% വരെ എനിക്ക് കമ്മീഷൻ ഉണ്ട്. അതായത് എത്ര രൂപയുടെ 25,000 രൂപയുടെ 25% വരെ.
അതിനിടയിൽ ആ പുള്ളിക്കാരത്തി അറിയാണ്ട് പറഞ്ഞു പോയി എൻ്റെ എത്ര ആയിരം എന്ന് പറഞ്ഞിട്ടില്ല, ഇത്ര ആയിരം, ചിലപ്പോൾ ഇപ്പോൾ 2000 ആയിരിക്കാം, 3000 ആയിരിക്കും, 10000 ആയിരിക്കും, ഇത്രായിരം ആൾക്കാരിൽ നിന്നും ഏകദേശം 80% ആൾക്കാരെ ഞാൻ ഈ റോബോട്ട് ഇടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ അവർക്ക് 10-30 ലക്ഷം രൂപ കിട്ടിയത് എവിടുന്നാന്നുള്ളത്. ഒരിക്കലും ട്രേഡിങ്ങിൽ നിന്ന് കിട്ടില്ല. അതിൻ്റെ കൂടെ ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ട്യൂഷൻ ക്ലാസ്സായിട്ട് വേറെ ഒരുപാട് കാശ് അവർ വേറെ വാങ്ങിക്കുന്നുണ്ട്. ഈ റോബോട്ട് വാങ്ങിച്ച് ട്രേഡിങ്ങിലൂടെ 10-15 ലക്ഷം രൂപ ഇട്ട് 25,000-30,000 രൂപ കൊടുത്ത് റോബോട്ടിനെ വാങ്ങിച്ചിട്ട് തെണ്ടി കുത്തുവാളെടുത്ത ഒരാളെനിക്ക് നേരിട്ടറിയാം, എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 വീഡിയോക്ക് മുമ്പ് ഇവരെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ട് കുറച്ച് പേരുമില്ല അഡ്രസ്സില്ലാത്ത എന്തൊക്കെയോ നമ്പേഴ്സുള്ള പുത്തം പുതിയ യൂട്യൂബ് ചാനലല്ല യൂട്യൂബ് ക്രിയേറ്റ് ചെയ്ത് അവരിൽ നിന്നും പച്ചപ്പാരാത്രിക്ക് പുളിച്ച തെറി വെച്ചിട്ട് എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യണം, കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയും ഞങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനൊന്നും മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടുണ്ടെന്നല്ല, അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പറ്റിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടൊരു ഞാനൊരു കാര്യം പറയാം. ഓക്കെ, ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് ക്യാൻഡിൽസ് പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽസ്, ഇതൊക്കെ പഠിപ്പിച്ചു തന്നെയുണ്ട്. നിങ്ങളൊരൊറ്റ കാര്യം തിരിച്ചു വെച്ചാൽ മതി. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരോട് ഒരൊറ്റ കാര്യം തിരിച്ചു വെച്ചാൽ മതി. ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽസും ഇവർ പറഞ്ഞ ക്യാൻഡിൽസും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ പഠിച്ചിട്ട് ഞാൻ ഇതിൽ വിജയിക്കുമോ എന്നൊരു വാക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഉത്തരം പറയും. എന്താണെന്നറിയോ, മക്കളെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ 90% ലോസും 10% പ്രോഫിറ്റും ആണെന്ന് പറയും. പിന്നെ നമ്മളെന്തിനാ കാശ് കൊടുത്ത് പഠിക്കാൻ പോണേന്നേ? നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ പഠിക്കാൻ പൊക്കോട്ടോ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് കാര്യവും ഒരു അറിവ് ഇപ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു അറിവ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. അതിലൊന്നും പോയി വീഴരുതെന്ന് പറയാം. ഞാൻ നേരത്തെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് പച്ചപ്പാതിരാത്രിക്ക് തെറി പറഞ്ഞ് കമൻറ്റ് അയക്കുമ്പോഴും ഞാൻ പെട്ടെന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിലാകെ 100 ചില ആൾക്കാരേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂടിക്കഴിഞ്ഞാലാണ് എനിക്കത് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യമുള്ളൂ. ഒരു 1000 സബ്സ്ക്രൈബറൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാല്ലാ നമുക്കൊരു ലൈവ് ട്രേഡ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ലൈവ് ട്രേഡ് ചെയ്യാം. ഒരു 10-12 പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസും കാണിക്കാം. ഞാനെന്താ വെച്ചാൽ ഫേസ് എപ്പോൾ കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഇതിപ്പോൾ ഞാൻ ഓരോ വൈബിൻ്റെ പുറകെ പോകുന്ന ആളാണ്. വൈബ് എന്ന് പറഞ്ഞാൽ ട്രേഡിനല്ല, ഞാൻ യൂട്യൂബിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. ഇതിനകത്തിപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കിപ്പോൾ ഇതിനകത്തൊരു വലിയ ക്ലിക്കില്ല, വലിയൊരു താല്പര്യമില്ലാന്ന് തോന്നി ഞാൻ ചിലപ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് കാണിച്ചാൽ എന്തോ ചമ്മണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. നിങ്ങളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാം. നിങ്ങളുടെ കൂടെ നിൽക്കാം മീൻസ് ഇതിനകത്ത് ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ ആരും പ്രോത്സാഹിപ്പിക്കില്ല. ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിനെ വാങ്ങിക്കുന്ന പോലെയാണ്. അത് നിങ്ങൾ മനസ്സിൽ കണ്ടോ. ഞാൻ 1-2 വീഡിയോ ചെയ്തപ്പോൾ തന്നെ പല ചെറിയ പിള്ളേർ സെറ്റുകളൊക്കെ ഓടി വന്ന് 100 ഷെയർ എടുക്കാം, 1000 ഷെയർ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഞാനപ്പോൾ തന്നെ അവരോട് കമൻറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അവർ കമൻറ്റിൽ റിപ്ലൈ ചെയ്തു, പൊന്നു മക്കളെ നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ പേപ്പർ ട്രേഡ് എടുത്ത് പഠിച്ചു പോവാം. പേപ്പർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 അനാലിസിസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അത് ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. 2 പ്രഡിക്ഷൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ചുമ്മാ വായ കൊണ്ട് പറയാതെ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. ഒരു ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ നോക്കിയിട്ട് ഇന്ന സമയത്ത് ഞാൻ ഇന്ന സ്റ്റോക്ക് ഇത്ര രൂപയ്ക്ക് എടുത്തു, അത് ഇത്ര സമയം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കൂടുകയാണോ കുറയാണോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ കുറയണ സമയം നിങ്ങൾ തീരുമാനം എടുക്കുക. അത് അവിടെ വച്ച് തന്നെ അത് കട്ട് ചെയ്തു എന്നൊരു തീരുമാനം എടുക്കുക. അത് കാശ് വെച്ച് കളിക്കുമ്പോൾ നമ്മളുടെ മൈൻഡും മെത്തോളജിയും കാര്യങ്ങളൊക്കെ തെറ്റും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊണ്ട് കളിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. അപ്പം മനസ്സിലാവുണ്ടോ. ഞാൻ എപ്പോഴും 2% ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുത്തൻ ചോദിച്ചു, എൻ്റെ ചേട്ടാ ആകെ ചേട്ടൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു 500 ചില്ലാൻ രൂപയിലേ കിട്ടുള്ളൂ, ഇപ്പോൾ അതിനാണ് ഈ 2-3 മണിക്കൂർ കളഞ്ഞതെന്ന് ചോദിച്ചു. 500 ചില്ലാൻ രൂപ എന്നുള്ളതല്ല, അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 5000 രൂപയാണ്. അന്ന് എനിക്ക് കിട്ടിയത് 10% അപ്പോൾ ഇതിനകത്ത് 50,000 ഇൻവെസ്റ്റ് ചെയ്യണവരുണ്ട്, 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണവരുണ്ട്, 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂറിന് 10% എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അതും പെർ ഡേ അന്ന് തന്നെ കിട്ടുന്ന പൈസ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അറിയാത്തതുകൊണ്ടാണ്. 10% ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
എനിക്ക് അത് ചിലപ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ 2% ഞാൻ അപ്പം തന്നെ കട്ട് ഓഫാക്കി മാറ്റും. ചിലപ്പോൾ 2% നിൽക്കുള്ളൂ. ടാറ്റ മോട്ടോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ആ സെക്കൻഡിൽ നല്ല കടുത്ത ഡാർക്ക് ബ്ലൂ ലൈനില്ലേ, അത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ സെല്ലടിക്കാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നോക്കാം. ഞാനെന്തായാലും എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, അംബുജ സിമെൻറ്റ് നോക്കാം അല്ലേ. നമ്മൾ വിജയിപ്പിച്ച സിമെൻറ്റ്, നമ്മളെ വിജയിപ്പിച്ച ഇതാണല്ലോ അംബുജ എവിടെ? അംബുജ യെസ്, അംബുജ സിമെൻറ്റ് നോക്കാം. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ പല റിപ്പീറ്റേഷൻ വരും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മറ്റേ സ്ക്രിപ്റ്റഡ് അല്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ കാണുമ്പോൾ വന്നപ്പോൾ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നോക്ക് മക്കളെ, അംബുജ സിമെൻറ്റിൻ്റെ എനിക്കിത് ഇങ്ങനെയുള്ള ട്രേഡുകളാണ് വേണ്ടത്. കാരണം എന്താ പറയുക, കുത്തനെ കയറ്റം, കുത്തനെ ഇറക്കം, വീണ്ടും കുത്തനെ കയറ്റം, നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡുകൾ ആവശ്യം. കാരണം എന്താ വെച്ചാൽ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും താഴേന്ന് കയറുന്ന അപ്പം മുകളിൽ അവൻ എവിടം വരെയും കയറി നോക്ക്. ഇപ്പോൾ ഇനി ഏറ്റവും മേഴുന്ന കയറി നമ്മൾ സെല്ലെടുക്കണവൻ എവിടം വരെ ഇറങ്ങി നോക്ക്. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് കൂടുതൽ പ്രോഫിറ്റുകളാണ് ഉണ്ടോ. ഇപ്പോൾ ആ ടോപ്പിൽ നിന്ന് താഴെ എത്തുമ്പോൾ കുറഞ്ഞത് ഒരു 30-35 പോട്ടെ, ഒരു 40% അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. കാരണം അതിന് മാത്രമുള്ള ഒരൊറ്റ ക്യാൻഡിൽ നോക്ക്, സിംഗിൾ ക്യാൻഡിൽ അംബുജ സിമെൻറ്റ്. എന്നത്തെ കേസാണ് ഞാൻ ഈ വ്യാഴാഴ്ചത്തെ കേസാട്ടോ പറയണേ. ഇന്നത്തെ കേസാണ് ഈ വ്യാഴാഴ്ച. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും, നാളെ ആയിരിക്കും. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡേറ്റ് ഞാൻ പറയാം, നോക്കട്ടെ. 18 ജൂലൈ 2024. നോക്ക് മോനെ, എൻ്റെ പൊന്നോ, ഇതുപോലുള്ളതൊന്നും ഞാൻ കളിയുമ്പോൾ കിട്ടിയിട്ടില്ല. നമുക്ക് ചില ദിവസങ്ങൾ അങ്ങനെയാണ് കണ്ടോ, ഫുള്ള് താഴോട്ട് നമുക്ക് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് വേണ്ടത്, മനസ്സിലായോ? എനിവേ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫ്ലോ അങ്ങ് പോയി. ഞാൻ ആ അംബുജ സിമെൻറ്റ് ആ മൂവ്മെൻറ്റ് കണ്ടിട്ട് എൻ്റെ ഫ്ലോ അങ്ങ് പോയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരും. എന്ത് തെറി പറഞ്ഞു വെച്ചാൽ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ആ തെറി പറഞ്ഞ് നിങ്ങളൊന്നുമല്ല, ഈ മറ്റുള്ളവരുടെ ഗ്രൂപ്പിൽ പോയി കയറരുത്, ടെലിഗ്രാം പോയി കയറരുത്. മറ്റുള്ളവർ നിങ്ങൾ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും നിങ്ങളെ പറ്റിക്കുന്നതാണെന്നൊക്കെ അതിന് മുമ്പ് 2 വീഡിയോസിൽ പറഞ്ഞു. അവർ ജയിപ്പിക്കുന്ന പണിയായിരിക്കണം. എനിക്ക് അത്ര വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത് എൻ്റെ ഉമ്മയും പെങ്ങളെ കാണുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അല്ലാതെ വേറൊന്നും അവരൊന്നും പേടിച്ചിട്ടൊന്നുമല്ല. നമ്മളങ്ങനെയൊന്നും പേടിക്കുന്ന ആളുമല്ല. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഞാൻ പറഞ്ഞില്ല, ആ സെക്കൻഡ് ലൈൻ, ആ ഡാർക്ക് ബ്ലൂ ലൈൻ കണ്ടോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉദ്ദേശം താഴേക്ക് സെല്ലടിക്കുക എന്നുള്ള. കാരണം എന്ന് വെച്ചാൽ അവൻ ഒരുപാട് നേരമായി മേലോട്ട് കയറുന്നു കണ്ടോ. ഏറ്റവും താഴെ തന്നെ അടിച്ചടിച്ച് കയറുന്നുണ്ടോ, ഒരു ഗ്യാപ്പില്ലാതെ അടിച്ചടിച്ച്. അപ്പോൾ ഏറ്റവും മേളിൽ സെൻറ്ററിൽ ഒരു ബ്ലൂ ലൈൻ കണ്ടില്ലേ, അത് CPR ആണോ, അതും ഒരു ഇൻഡിക്കേറ്ററാണ്. ആ CPRലും അധികം വിശ്വസിക്കാനല്ല. ചിലപ്പോൾ ആ CPRലെ ഇൻഡിക്കേറ്ററും കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് വീണ്ടും മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അതും പറയാൻ പറ്റില്ല. എന്നാലും ആ മൂവ്മെൻറ്റ് കണ്ടിട്ട് ആ സെൻട്രൽ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് റെഡ് ലൈൻ ഉണ്ടെങ്കിൽ ഞാനത് സെല്ല് തന്നെയായിരിക്കും ഞാൻ തീരുമാനിക്കുക. എന്തായാലും അത് കുഴപ്പമില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ സമയം ഇപ്പോൾ ബഹ്റിൻ ടൈം 10:51 അല്ലേ, 10:51. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനകത്ത് എൻ്റെ പ്രഡിക്ഷൻ എന്തായെന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. രണ്ടിൻ്റെയും കാണിച്ചു തരാം. മറ്റേ ടാറ്റ മോട്ടോഴ്സിനെയും കാണിച്ചു തരാം, ഇവൻ്റെയും റിലയൻസിനെയും കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാത്ത പല സംശയങ്ങളും ഞാൻ ഇതിൽ മാറ്റും. എൻ്റെ അടുത്ത് കുറച്ച് പേര് GTTയെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. നമ്മുടെ പുലിക്കുട്ടികളൊക്കെ പേപ്പർ ട്രേഡിങ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായി? അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പേപ്പർ ട്രേഡിങ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ചെയ്ത് തുടങ്ങിയോ ഇല്ലയോ? നിങ്ങളോട് 1 മാസം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. കാരണം എന്താ അറിയോ, ഞാനൊക്കെ അതുപോലെയായിരുന്നു. 1 മാസം പേപ്പർ ട്രേഡ്. നമുക്ക് ക്ഷമയില്ലല്ലോ, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ക്ഷമയില്ലല്ലോ. ആ കയ്യിലുള്ള കാശ് കൊണ്ടാണ് കളഞ്ഞാലുണ്ടല്ലോ പിന്നെ നല്ല ക്ഷമയാണ്. അപ്പോഴും നീയൊക്കെ പഠിക്കുള്ളൂ. ഞാൻ പറയുന്നത് ഇപ്പോഴും നിങ്ങൾ എന്നോട് 1 മാസം പേപ്പർ ട്രേഡ് ചെയ്യാൻ പലരും ഉപദേശിച്ചു. 2 ദിവസം ഞാൻ ചെയ്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കാശിട്ടു, 5000 ഇട്ടു. പിന്നെ എന്തുണ്ടേ, അത് പോയി. വേറൊന്നുണ്ടാവാനെ പിന്നെ ഒരു 10000 ഇട്ടു, അതെന്തണ്ടേ, അതും പോയി. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോഴേ നിങ്ങൾ പഠിക്കൂ. നിങ്ങളാദ്യം കുറച്ചൊക്കെ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ 5000 കൂടുതൽ ഇടരുത്. കാരണം നിങ്ങളുടെ കയ്യിൽ വരുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ആ ഫ്ലോ ആയിട്ട് നിങ്ങളൊന്ന് ടൈപ്പായി വരണം. മനസ്സിലാവുണ്ടോ? ആ ക്യാഷ് ഫ്ലോ ആയിട്ട് നിങ്ങളൊന്ന് താരതമ്യം വന്ന് വെട്ട് കഴിഞ്ഞാൽ താരതമ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കെന്താ ചെയ്യാം. അത് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. ആ ക്യാഷ് ഫ്ലോയും നിങ്ങളുമായിട്ടൊന്ന് ടൈപ്പായിട്ട് കുറച്ച് നാൾ മൂവ്മെൻറ്റ് വേണം. കുറച്ച് നാളായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ സെറ്റായിട്ട് വരും.
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തന്നെ ഒരു താല്പര്യമുള്ളൂ. ഞാൻ ഈ ട്രേഡിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കരുതെന്ന് തന്നെ വിചാരിച്ചതാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്, എന്നോട് ഇനി ട്രേഡ് ചെയ്യിപ്പിക്കാൻ എന്നെ ട്രേഡിനെ കുറിച്ച് പഠിപ്പിക്കരുത്, അതിനെക്കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കരുതെന്ന്. അപ്പോൾ തന്നെ ട്രേഡിനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളേ ഉള്ളൂ. കുഴപ്പമില്ല, നിങ്ങൾക്കത് ഒരു കാര്യം പഠിക്കാമെന്നുള്ള നല്ല കാര്യം തന്നെയാണ്, എനിക്കും താല്പര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാൻ വരാൻ പോകുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാം, 11:13. ഞാനും പറഞ്ഞ നമ്മുടെ പ്രഡിക്ഷൻസ് നോക്കാം. ആദ്യം തന്നെ റിലയൻസ് അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എവിടെയാണുള്ളത്? യെസ്, ടാറ്റ മോട്ടോഴ്സ് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൻ ആ സെൻറ്ററിൽ മറ്റേ ഡാർക്ക് ബ്ലൂ ലൈനിൽ തട്ടിയിട്ട് എൻ്റെ പ്രഡിക്ഷൻ അതായിരുന്നു, അവൻ താഴോട്ട് വരുന്നുള്ളതായിരുന്നു. കണ്ടോ, അവൻ താഴോട്ട് വരുന്നുണ്ടോ? എനിക്ക് ഏകദേശം ഇത്രയും പ്രോഫിറ്റ് തന്നെ ധാരാളമാണ് കേട്ടോ. ഞാൻ ആ മേളിൽ നിന്ന് ആ ബ്ലൂ ലൈനിൽ നിന്ന് ടച്ച് ചെയ്തു, ബ്ലൂ ലൈനിൻ്റെ എമൗണ്ട് അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ റെഡ് എവിടെ നിൽക്കണമെന്ന് നോക്ക്. അത്രയും എത്തിക്കുന്നതാണ് ഞാൻ കട്ടാക്കും. അവിടെ നിന്ന് എടുക്കുക, അവിടെ വെച്ച് കട്ടാക്കുക. നമ്മൾ റിലയൻസിൻ്റെ നോക്കാം. റിലയൻസ് ഓക്കെ. റിലയൻസും അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ റിലയൻസും അതെ. ഈ റിലയൻസ് ഞാൻ നേരെ താഴോട്ട് വരുന്നു. കാരണം ഞാൻ നേരെ താഴോട്ട് വരുന്നു പറയാൻ കാരണം ആ താഴേന്ന് കയറി പോയതുണ്ടോ, അവനങ്ങനെ കയറി മേളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ നമ്മൾ ലുഡോ കളിക്കുമ്പോൾ സേഫ് സോണിൽ നിൽക്കൂലേ, പിന്നെ മേലോട്ടോ താഴോട്ടോ നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു സേഫ് സോണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ മേലോട്ട് കയറുന്ന എനിക്ക് നേരത്തെ തോന്നിയില്ല. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻസ് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല കേട്ടോ. ചിലപ്പോൾ തെറ്റുകയും ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എൻ്റെ പ്രഡിക്ഷൻസ് ഇത് രണ്ടും ശരിയായിരുന്നു. അവൻ താഴോട്ട് തന്നെയാണ് വന്നത്. എനിക്കത് കണ്ടത് തന്നെ വളരെ സന്തോഷമുണ്ട്. ഇനി അപ്പോൾ അത് എൻ്റെ പ്രഡിക്ഷൻസ് ശരിയല്ല, അത് തെറ്റിയായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടും. കാരണം എൻ്റെ പ്രഡിക്ഷൻസ് എപ്പോഴും ശരിയാവണം എന്നുള്ളത്. മോനെ വീണ്ടും ഇറങ്ങണം നോക്കടാ, വീണ്ടും ഇറങ്ങണം നോക്ക്. ഒയ്യോ, പക്ഷേ ഞാൻ ഇത്രയൊന്നും വെയിറ്റ് ചെയ്യില്ല കേട്ടോ. ഞാൻ ആ താഴെ കയറുമ്പോൾ ഞാൻ ആ രണ്ടാമത്തെ ക്യാൻഡിലുണ്ടോ, ഇപ്പോൾ വന്ന ക്യാൻഡിൽ തൊട്ട് മുകളിലുള്ള ക്യാൻഡിലുണ്ടോ, ആ ക്യാൻഡിൽ വെച്ച് ഞാൻ കട്ട് ഓഫ് ആക്കും. എന്നാലും അവൻ ഇറങ്ങണം നോക്ക് നീ. എനിവേ ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. താങ്ക്സ് ടു ഓൾ, ബൈ.